ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിന്നു സിദ്ധി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടെൻഡർ കോക്കനട്ട് പുഡിങ്, അതായത് ഇളനീർ പുഡിങ്. അപ്പോൾ അതിൽക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ അഗർ അഗർ ചൈന ഗ്രാസ് 10 ഗ്രാമിൻ്റെ പാക്കറ്റ് 40 രൂപയാണ്. ആ ഒരു ചൈന ഗ്രാസ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ 1 കപ്പ് വെള്ളം ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുതിരാൻ വെക്കണം. ഈ കുതിരന്ന് വരുന്നതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ഇളനീരൊന്ന് കൊത്തിയിട്ട് വരാം, അതായത് പൊട്ടിച്ചിട്ട് വരാം. അങ്ങനെ ഒന്ന് പൾപ്പിന് വേണ്ടിയിട്ടും ഒന്ന് നമ്മൾ ഈ ഒരു ജലാറ്റിന് വേണ്ടിയിട്ടുമാണ്. അങ്ങനെ ഇങ്ങനെ കൊത്തിക്കോണേണ്ട. എന്നിട്ട് ഇത് ഒട്ടാക്കിയതിന് ശേഷം മീനിൻ്റെ ഒരു വെള്ളം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു പൾപ്പ് ഒരു ബൗളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ജലാറ്റിന് രാത്രിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ചായയുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ ചൈന ഗ്രാസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു കപ്പിട്ട് നമ്മളുടെ ഇളനീർ വെള്ളം കൂടി ഈ ഒരു ചൈന ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ചൈന ഗ്ലാസ് ഒന്നും നമുക്കിങ്ങനെ കിട്ടാൻ പാടില്ല. നല്ല രീതിക്ക് ഇതെല്ലാം ഒന്ന് അലിഞ്ഞ് കിട്ടണം. ആ സമയമാകുമ്പോൾ നമുക്കൊരു 3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പൊണ്ടത്തിന് നമ്മൾ പുഡിങ് ചെയ്യുമ്പോഴേക്ക് മധുരത്തിൻ്റെ പുഡിങ് അല്ലേ വേണ്ടത്. അതുകൊണ്ട് നമ്മൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതെല്ലാം ഒന്ന് നന്നായി വന്നതിന് ശേഷം ഇതെല്ലാം അലിഞ്ഞു പോയതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരും. അങ്ങനെ ഇതിപ്പോൾ തിളച്ചുകൊണ്ട് വന്നുകൊണ്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഗ്യാസും ഓഫ് ചെയ്തിട്ട് നമ്മളുടെ പാത്രത്തിലോട്ട് നമ്മളുടെ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരിപ്പ വെച്ചിട്ട് വേണം നമ്മൾ ഇപ്പോൾ ഈ ഒരു ജലാറ്റിൻ്റെ ഈ ഒരു മിക്സ് ഒന്ന് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ. കാരണം എന്തെന്ന് വെച്ചാൽ അതിലുള്ള ആ ഒരു കട്ട സംഭവമെല്ലാം നമ്മൾ ഈ ഒരു ജലാറ്റിൽ നിൽക്കും. നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ജലാറ്റിൻ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ അരിപ്പയിൽ അരച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജലാറ്റിൻ്റെ മിക്സ് റെഡിയാക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷായിട്ട് കിട്ടും. അപ്പം അതിലുള്ള ആ ഒരു വേസ്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്യുക. എങ്കിൽ നമുക്ക് നല്ലൊരു ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ബാക്കി എല്ലാം നമ്മൾ അരിപ്പയിൽ വന്നിട്ടുണ്ട്. പിന്നെന്താ നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടാകുമ്പോൾക്ക് നമുക്കിത് കാണുന്നില്ല അല്ലേ. അങ്ങനെ അത് കാണാല, കാരണം ജലാറ്റിൻ്റെത് വെള്ള കളറും. പക്ഷേ ഇതിൻ്റെ അകത്ത് ജലാറ്റിൻ ഉണ്ടാവോ. അങ്ങനെ പിന്നെ ഇടൊന്ന് തണിയണം. ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു ചൂട് ആറുന്നത് വരേക്കും നമ്മളിങ്ങനെ തണിയാൻ വേണ്ടിയിട്ട് വെക്കണം. അങ്ങനെ പിന്നെ ഇത് തന്നിട്ട് ഇപ്പിട്ട് സെറ്റായി വന്നപ്പോൾ നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കുക. പിന്നെ രാവിലെയാണ് പിന്നെ ഇതിൻ്റെ പുഡിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഗുഡ് ലൈഫ് നല്ല ജീവിതം അത് ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1.5 കപ്പ് മിൽമ പാലും കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇതൊന്ന് ഒഴിച്ച് വരുമ്പോൾ നമുക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് നെസ്റ്റലിൻ്റെ മിൽക്ക് മെയ്ഡ് 380 ഗ്രാമിൻ്റേതാണ്. അതും കൂടി ഇട്ടെടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക.
എന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഗ്യാസിൽ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ജലാറ്റിനും കുതിരാൻ വെച്ചിരുന്നു. അങ്ങനെ പിന്നെ അതും ഗ്യാസ് ഓൺ ചെയ്ത് നമ്മളതിലും വെക്കാണ്. എന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പാത്രത്തിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/4 കപ്പോളം മിൽക്ക് മെയ്ഡും ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ നമ്മളുടെ പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ടെൻഡറിൻ്റെ പൾപ്പൊന്ന് ഉണ്ടാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെൻഡറിൻ്റെ പൾപ്പ്, അതായത് നമ്മൾ ഈ പൾപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ പൾപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മിൽക്ക് മെയ്ഡ് കൂടി ഒരു 4 സ്പൂണോളം അല്ലെങ്കിൽ ഒരു 1/4 സ്പൂണോളം നമ്മൾ ഇതിലൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ മിൽക്ക് മെയ്ഡും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് അരച്ച് വരാം. ജസ്റ്റ് മിക്സിയിൽ നിന്ന് ബ്ലെൻഡ് ചെയ്ത് വരാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇടുക പാല്. നമ്മൾ ഈ ഒരു പാലിൻ്റെ മിക്സ് തള വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് നോക്കണ്ടേ. പിന്നെ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചൂടായിട്ട് ഇത് തിളയ്ക്കാൻ വരവുണ്ടായി. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ജലാറ്റിനും എല്ലാം ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് നമ്മളെ ജ്യൂസിൽ നമ്മൾ ഈ ഒരു പൾപ്പ് മിക്സ് ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ ഒരു പൾപ്പും നമ്മളുടെ ഈ ഒരു പാലിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ആയി വരുമ്പോൾ ഈ ഒരു ജലാറ്റിനും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പിന്നെ ഇത് തിളക്കാനായി വന്നിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് വന്നപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയം നമ്മൾ ഇന്നലെ രാത്രി തയ്യാറാക്കി വെച്ച നമ്മളുടെ ഈ ഒരു ജലാറ്റിന് ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് കുഞ്ഞ് ക്യൂബാക്കിയിട്ട് നമുക്കിതൊന്ന് മുറിച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ജലാറ്റിന് നല്ല കുഞ്ഞു കുട്ടി പീസായിട്ട് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. കാണാൻ തന്നെ ഭയങ്കര രസമല്ലേ. അങ്ങനെയാകുമ്പോൾക്ക് നമ്മൾ ഈ ഒരു പാലിൻ്റെ മിക്സ് ഒന്ന് റെഡി ആയിട്ട്, അതായത് ചൂട് ആറിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾക്ക് നമുക്ക് ഈ ആറിയതിന് ശേഷമേ നമ്മൾ ഈ ഒരു പാലിൻ്റെ മിക്സ് നമ്മൾ ഈ ജലാറ്റിൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ജലാറ്റിൻ്റെ ഇതെല്ലാം ഒന്ന് പൊടിഞ്ഞു പോകും. ചൂടോടെ ആറിയാൻ പാടില്ല. പിന്നെ നമ്മൾ ഈ ട്രേയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമുക്കിതെല്ലാം മുഴുവനായിട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഈ ഒരു പുഡിങ് പുറത്തെടുത്തിട്ട് ഇതൊരു പീസായിട്ട് നമ്മൾ മുറിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളിന്ന് എടുത്തു. വാവ്, കാണാൻ ഭയങ്കര ഭംഗിയില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ. എന്നിട്ട് ഇതിനൊരു ബൗളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം അല്ലേ. നമുക്ക് ഇതിനൊന്ന് ടേസ്റ്റ് ആക്കിയിട്ട് കൂടി നമുക്ക് പറയാം. കാണുമ്പോൾ ഭയങ്കര രസമുണ്ട്. അപ്പം അങ്ങനെ തിന്നാനും ഇരിക്കുമല്ലേ രസം. അങ്ങനെ നമ്മൾ പുഡിങ് കാണാനും ഭയങ്കര രസമല്ലേ. അടിപൊളി, ഒന്നും പറയാനില്ല. അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. കാരണം നമ്മൾ ഈ പുഡിങ് ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു ജലാറ്റിന് കടിക്കാൻ കിട്ടുമ്പോൾ
ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും അങ്ങനെ കഴിക്കാൻ കഴിഞ്ഞ് നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാത്രമല്ല സബ്സ്ക്രൈബും ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓളെന്ന് ഓപ്ഷനും കൂടി ഉണ്ട്. പ്രസ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.